നമസ്കാരം, സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു പപ്പടം കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ 10 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ. അത് ഞാനിത് ചോപ്പറിലിട്ട് പൊടിയായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു പീസ് പപ്പടം ഇട്ട് കൊടുത്താണ് കേട്ടോ. ഫ്രൈ ആയിട്ട് എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പടമൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കുറേശ്ശെ പപ്പടം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പപ്പടം മുഴുവനും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറിയെക്കാട്ടിൽ നല്ല ടേസ്റ്റാണ് ഇട്ടത്. അടിപൊളിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ അതേ പപ്പടം നമുക്ക് ഫുള്ളായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ഏലക്കയും 2 ഗ്രാമ്പുമാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഈ സവോള അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഈ സവോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മീഡിയം സൈസിലുള്ള 2 തക്കാളി അതും ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അതങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ താഴെ മതി മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഫ്രൈ ആയി വരണം. അതിനുശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ താഴെ മതി ഗരം മസാല അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കണം. അത് ഒരു 3 കപ്പോളം ഉണ്ട് കേട്ടോ 2ാം പാല്. അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. സ്വല്പം ഉപ്പ് ചേർത്താൽ മതി. കാരണം പപ്പടത്തിന് നല്ല ഉപ്പാണല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കണം. അതൊരു 1-1.5 കപ്പോളം ഉണ്ട് കേട്ടോ. അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പപ്പടം കറി അടിപൊളിയ കറിയാണ്. റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കൂടെ ഇളക്കി കൊടുക്കണം. കാരണം തേങ്ങാപ്പാൽ 1ാം പാല് ചേർത്തിരിക്കുകയല്ല, അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അത്രയും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 2 സെക്കൻഡ് നടച്ച് വെച്ച് കൊടുക്കാം. ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് കറിയിലോട്ട് ഒന്ന് ആയിക്കോട്ടെ. എന്നിട്ട് അതിൽ കൂടുതൽ വെക്കരുത്, ഇത് പിരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പപ്പടം കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.